നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ അത് വേവിച്ച് വെക്കാനായിട്ട് ഉള്ളി, സവാള, പച്ചമുളക്, 2 കഷ്ണം കുടംപുളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് എണ്ണയിട്ട് വറുത്തെടുക്കും. ഇനി ഇത് റോസ്റ്റ് ചെയ്യാനുള്ള സവാള, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളകും ചതച്ചത്, വേപ്പില, പച്ചമുളക്, തക്കാളി. ആ സെയിം എണ്ണയിലോട്ട് നമുക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും വാട്ടിയെടുക്കാം. ഇനി നമുക്കതിലോട്ട് ഉള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ചെമ്മീനുള്ള ഉപ്പ് ചെമ്മീൻ വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി കറിക്കുള്ള ഉപ്പ് ഇപ്പം ഇടാം. അപ്പം ഇത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതിനകത്തോട്ട് വേവിച്ച് ചെമ്മീൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ഈ വെള്ളം വറ്റാൻ വെയിറ്റ് ചെയ്യാം. സെറ്റായി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇത് സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇത് ഡ്രൈ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ചെമ്മീൻ റോസ്റ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.